ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് മലയാളം. ഫേസിൽ ഡിസ്കളറേഷനോ അതല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോണോ എല്ലാം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഇന്നത്തെ റെമഡി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. സ്കിൻ തീരെ കെയർ ചെയ്യാത്തവരോ അതല്ലെങ്കിൽ വെയിലേറ്റിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള സൺ ടാനോ അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി, അതെല്ലാം മാറ്റാനായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് സാൻഡൽവുഡ് പൗഡർ. ഇത് നമ്മുടെ സ്കിന്നിലുള്ള അൺഈവൻ സ്കിൻ ടോണിനെ മാറ്റിക്കൊണ്ട് സ്കിന്നിനെ നന്നായിട്ട് ഈവനാക്കി വെക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാൻഡൽവുഡ് പൗഡർ 1 ടേബിൾ സ്പൂണാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് എല്ലാം അടങ്ങിയിട്ടുള്ള ടേമറിക് ആണ്. മഞ്ഞൾ സ്യൂട്ടല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നീം ലീഫ് പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 1/4 ടീസ്പൂണാണ് ഞാൻ മഞ്ഞൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഫേസിൽ ആക്റ്റീവ് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കാം ചെയ്യിക്കാനായിട്ട് മഞ്ഞളും അതുപോലെ തന്നെ നീം ലീഫ് പൗഡറും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേർഡാണ്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടറോ അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ടോണറോ മാത്രം ചേർത്താൽ മതി. ഇനി ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും റോ മിൽക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള കേർഡ് ചേർത്തുകൊണ്ട് ഇത് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹണി സ്യൂട്ട് ആവുന്നുള്ളവർ എന്തായാലും ഹണി കൂടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പാക്ക് മിക്സ് ചെയ്തെടുക്കണം. ബെസ്റ്റ് റിസൾട്ടിനായിട്ട് ഈ പാക്ക് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കരുത്. അപ്പോൾ പാക്കിൻ്റെ ബെനിഫിറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടില്ല. സോ എപ്പോഴാണോ നിങ്ങൾ ചെയ്യുന്നത് അപ്പോഴത്തേക്കുള്ള ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സെമി ഡ്രൈ ആവുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തണുത്ത വെള്ളം യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വേഗം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.